एवरेस्ट व्यू मिलता है क्या इधर भैया? एवरेस्ट व्यू एक कांचनजंगा है, ദാറ്റ് ഇസ് കാഞ്ചൻജംഗ കേട്ടോ. കിട്ടില്ല, നല്ല ലൈറ്റ് അവിടെ അടിക്കുന്ന നോക്കി, നല്ല മഞ്ഞ് പതച്ച സ്ഥലം, താഴെ ഡാർജിലിംഗ്. എന്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ടൈം ലാപ്സ് വെച്ചിട്ട് ലാസ്റ്റത്തെ ടൈം ലാപ്സ് വെച്ച് സൺറൈസ് ആവാൻ പോകുമ്പോഴാണ് ഇവിടെ കാഞ്ചൻജംഗയിലേക്ക് ലൈറ്റ് വന്ന് തുടങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഒഴിച്ച് അങ്ങോട്ടേക്ക് ഓടി. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഓടി. എന്നിട്ട് ഞാൻ കാഞ്ചൻജംഗേൻ്റെ ആ ലൈറ്റൊക്കെ വരുന്നത് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോഴാണ് SD കാർഡ് ഫുള്ളായത്. അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ സൺറൈസ് അതിൻ്റെ അകത്തില്ല, അതിന് മുന്നേ SD കാർഡ് ഫുള്ളായതിന്. ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫിലുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ്. എൻ്റെ ലൈഫിലുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങൾ. ഗുവാഹട്ടി എത്തിക്കോട്ടോ. 4 മണിക്കൂർ ട്രെയിൻ വെയിറ്റ് ആയിരുന്നു. 4 മണിക്കൂർ രണ്ടാളും കൂടി ചേർത്ത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യണം. ഭക്ഷണം കഴിക്കണം, പരിപാടികളുണ്ട്. നമ്മുടെ ലാസ്റ്റ് സ്ട്രെച്ച് കേട്ടോ, നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ലെക്കിലേക്ക് നമ്മൾ പോകണം. തവാങ് ബഡ്ജറ്റ് ഓൾമോസ്റ്റ് ഒക്കെ ടൈറ്റാണ്. ഓക്കെ, സോ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ എന്താ പറയുക, ഒരു വാഷ്റൂം യൂസ് ചെയ്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ റെയിൽവേൻ്റെ മെയിൻ്റനൻസ് വെരി വെരി ബാഡ്. ഇതല്ല ഒരു പ്രോപ്പർ സർവീസ് കൊടുക്കണം. സർവീസ് കൊടുക്കാതിരിക്കുക. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ബാത്റൂം ഒരു ക്ലീൻനെസ് ഇല്ല. പൈസ വാങ്ങുക, റെസ്റ്റ് റൂമിൽ പേ ആൻഡ് യൂസിന് പേരുള്ളൂ. ലൈക്ക് നോ മെയിൻ്റനൻസ്. പ്രോപ്പറായിട്ട് ടാപ്പ് വർക്ക് ചെയ്യുന്നില്ല. ടാപ്പൊക്കെ ഫ്ലഷൊക്കെ അടിക്കും, വെള്ളമൊക്കെ പുറത്തേക്ക് മേത്തൊക്കെ തെറിക്കുക. വെരി ബാഡ്. ഗവൺമെൻറ് ക്യാൻ ഡു ബിസിനസ്. യാർ, ഗവൺമെൻറ് ഈസ് നോട്ട് ഫോർ ബിസിനസ്. നമ്മളെ എന്താ പറയുക, ഗുവാഹട്ടിയിൽ നിന്ന് അധികം ബസ്സൊന്നുമില്ല, ആകെ രണ്ട് ബസ് സർവീസ് അങ്ങനെ ഉള്ളൂ. സോ ഇവിടുന്ന് അതിൻ്റെ ഒരു ബസ് സർവീസ് എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് പൽത്താൻ ബസാറിൽ നിന്ന് ISBT പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ബസ്സിൽ ഗുവാഹട്ടി. ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസുള്ള മിക്കവാറും സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലായിക്കോട്ടെ, മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, മിക്കവാറും നിങ്ങൾ പൊതിഞ്ഞിട്ട് എന്താ പറയുക, പൊതിയാൻ വേണ്ടിയിട്ട് ടാക്സികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എന്താ പറയുക, ഇവിടെ ഗുവാഹട്ടിയിൽ വന്നിറങ്ങി എന്നെ പിടിച്ചു കൊണ്ടുപോയി ബസ് ബുക്ക് ചെയ്യിപ്പിച്ചു. ലൈക്ക് ഇൻ ദ സെൻസ് ലൈക്ക് അവർ പറഞ്ഞു, ആകെ ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തു. അതുപോലെ തന്നെയാണ് അവിടെ വന്നവരും പറഞ്ഞത്. ഓക്കെ, ബസ്സിലുള്ള സെയിം ബസ്സിൻ്റെ അതിൻ്റെ ഓഫീസിൽ പോയി ഡയറക്റ്റായിട്ട് ടിക്കറ്റ് എടുത്തു.
വീട്ടിലെ നിങ്ങളെ ISBT, അതായത് ഇവരുടെ ബസ് സ്റ്റേഷൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവിടെ ബോംഡില്ലയിലേക്കുള്ള തവാങ്ങിലേക്കുള്ള ബസ്സാണ്. പക്ഷേ ഞാൻ നാളെ ബോംഡില്ലയിലേക്ക് ഇറങ്ങും. ഇവിടെ ഇത്രയും 1 മണിക്കൂർ കറണ്ട് കട്ടായിരുന്നു. 1 മണിക്കൂറും 1.25 മണിക്കൂറോളം എന്തായാലും കറണ്ട് കട്ടായിരുന്നു. ഇപ്പോഴാണ് കറണ്ട് വന്നത്. ഞാൻ ഇത്രയും ക്ലോക്ക് റൂമിൽ എൻ്റെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗ് എടുത്തിട്ടുണ്ട്. ബസ് സ്റ്റേഷൻ ഗുവാഹട്ടി ബസ് സ്റ്റേഷൻ എനിക്ക് ഏറ്റവും വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒഡീഷയിലെ ഭുവനേശ്വർ ബസ് സ്റ്റേഷൻ. ഹൈ ക്ലാസ് ബസ് സ്റ്റേഷൻ, ഫുൾ ഫ്രീ, അടിപൊളിയായിരുന്നു. സ്പോട്ട് എത്തിയിട്ടോ എല്ലാവരും വെച്ച് കിടക്കാൻ പോവാ. ഓക്കെ, പലുപ്പോങ് തണുപ്പൊക്കെ വന്നു തുടങ്ങിട്ടോ മോനെ. ഇത് ഇറ്റാനഗർ പോകാൻ പറ്റില്ല. ബുള്ളുവിൻ്റെ വീട്, ബുള്ളു ഇപ്പോൾ ഇറ്റാനഗറുള്ളത്, പണ്ടാറുടെ. LIT എന്തുകൊണ്ട് അരുണാചൽ പ്രദേശിലേക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചൈനയായിട്ടൊക്കെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ആൻഡ് സെവറൽ ട്രൈബ്സ് ഒക്കെ ഉണ്ട്, അതായത് ലൈക്ക് ഓൾഡ് ട്രൈബ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏരിയാസ് ആയതുകൊണ്ടാണ് മിലിറ്ററി തിങ്സ്, അതുകൊണ്ടാണ് സ്പെഷ്യൽ പെർമിറ്റൊക്കെ വേണ്ടി വരുന്നത്. ആൻഡ് അരുണാചൽ പ്രദേശിന് മാത്രമല്ല, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ. ഓക്കെ, അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ ഇത്രയും സ്ഥലങ്ങൾക്ക് എന്ത് വേണം? ILP വേണം, ഇന്നർ ലൈൻ പെർമിറ്റ്. ഓക്കെ, ബസ് ഇറങ്ങിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രഷപ്പ് ആയി. ഓക്കെ, സോ മഹാരാഷ്ട്രയിൽ നിന്ന് 2 ചങ്ങായിമാരുണ്ട്. സോ ഇവിടെ വന്ന് ഫ്രണ്ട് വിടുക. പിന്നെ ഈ പുള്ളി ഇവിടെ വർക്കിന് വേണ്ടി വന്നതാണ്. 2 പേരും റൂം നോക്കിക്കൊണ്ട് ഒരു റൂം നോക്കി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ലോവർ എന്ന് വെച്ചാൽ ഗുംപ, അതായത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രഷപ്പായി. ഇൻ ബിറ്റ്വീൻ എനിക്ക് കുക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നടത്തണം. റെസ്റ്റ് എടുക്കും തോന്നില്ല. ആൻഡ് ഇന്ന് ബോംഡില്ല ഒന്ന് കറങ്ങിയിട്ട് ഈവനിങ് ദിരാങ് പിടിച്ചിട്ട് അവിടെ ഇന്ന് ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സീ മൗണ്ടൻ
माउंटेन्स നോക്കി. सी भाई वही तो लाइक लग रहा है वो अपर गुम्पा. वो അവിടെ കണ്ടോ ദൂരെ അപ്പർ ഗുംപയുണ്ട്. वो तो മൊണാസ്ട്രി അപ്പർ ഗുംപ. കൂർഗിലെ മൊണാസ്ട്രിക്ക് ശേഷം ഞാൻ വേറൊരു മൊണാസ്ട്രി ഇവിടെ കേട്ടോ അരുണാചൽ വിസിറ്റ് ചെയ്യുന്നത്. തുക്ചോ ഗാറ്റ്സെലിംഗ് മറ്റൊരു മൊണാസ്ട്രി. ഓക്കെ സി റുംപോച്ചെ അപ്പുക്കുട്ടൻ ഇവിടെ അല്ല കേട്ടോ, അത് നേപ്പാളിലാണ്. സി ഇത് റൊട്ടേറ്റ് ചെയ്താൽ മൊണാസ്ട്രി ബുദ്ധിസ്റ്റിൻ്റെയൊക്കെ പ്രെയർ ഹാളും അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കേട്ടോ മൊണാസ്ട്രി. ടെമ്പിളൊക്കെ പോലെ ബുദ്ധിസ്റ്റിൻ്റെ ഏരിയാസിനാണ് മൊണാസ്ട്രി എന്ന് പറയാം. അവരുടെ സ്റ്റേ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവർ താമസിക്കുന്നതും അവർ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഉള്ള സ്ഥലം ഇത്. ഇതാണ് ലോവർ ഗുംപ. മുകളിലൊരു അപ്പർ ഗുംപയുണ്ട്. സ്റ്റേ ഉണ്ട്. ആൾക്കാർ നോക്കി. ഇവിടെ വന്നപ്പോൾ ഇതൊക്കെയായിട്ട് ഫുഡ്. ഞാൻ കുറച്ച് നൂഡിൽസും ഒരു ഇപ്പിയും അതൊക്കെ എന്താ പറയുക കുറച്ച് അഭയാർത്ഥിക്കട്ടേക്ക് പീനട്ട്സ് അതൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നത്. സോ 1-2 ദിവസത്തേക്കുള്ളത് ഉണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കാം. മൊണാസ്ട്രിൻ്റെ പിറകിൽ കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. അവർ പറഞ്ഞ് പിറകിൽ നിന്ന് ചെയ്തോന്ന് പറഞ്ഞു പെർമിഷൻ ചോദിച്ചപ്പോൾ. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം ഒരു ഇതുവരെ ലോവർ ഗുംപ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഓക്കെ, ഇനി എൻ്റെ ഒരു അപ്പർ ഗുംപ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പർ ഗുംപയും കൂടെ പോയിട്ട് അതിനൊക്കെ വേറൊരു സ്ഥലം. അപ്പർ ഗുംപ അല്ലാണ്ട് വേറൊരു മൊണാസ്ട്രി ഇങ്ങനെ കുന്നിൻ്റെ മുകളിൽ നിന്ന് തന്നെ മാടി വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകണോ വേണ്ടെന്നുള്ളതാണ്. മിക്കവാറും ഞാൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. നോക്കട്ടെ. വ്യൂ നോക്കിയേ. ലവ് യു ജിന്ദഗി ലവ് യു ജിന്ദഗി. ഞാൻ പാസ്ത ഉണ്ടാക്കി കഴിച്ചു. സോ നമ്മളിപ്പോൾ ഈ ലോവർ ഗോംപ, അതായത് ഗോംപയാണ് താഴെ ഒരു ഗോംപ. ഓക്കെ, അവരോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. സോ നമ്മുടെ ഉള്ളിൽ ക്യാമറ എടുത്ത് പോകുന്നില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
അങ്ങനെ നമ്മൾ നടന്ന് അപ്പർ ഗോൻപ എത്തി. നേരത്തെ കണ്ടത് നമ്മൾ ലോവർ ഗോൻപയാണ്. ദിസ് ഇസ് അപ്പർ ഗോൻപ. ഓക്കെ, ലിഫ്റ്റും കിട്ടി, ബാക്കി നടന്നു പിടിച്ചു. ഇതൊക്കെ ബുദ്ധിസ്റ്റുകൾ നിൽക്കുന്ന സ്ഥലങ്ങളാട്ടോ. भाई केचप है क्या? टमाटो केचप नहीं है. എവിടെയാണ് ടൊമാറ്റോ കെച്ചപ്പ് കിട്ടാനില്ലല്ലോ. ടൊമാറ്റോ കെച്ചപ്പ് അന്വേഷിച്ച് കിട്ടാനില്ല. വാട്ട് ടു ഡു? പ്ലീസ് കീപ് സൈലൻസ്. വാവ്, പൊളിയാട്ടോ, ചിന്നപ്പൊളിയാണല്ലോ. കാണിച്ചത് शूट नहीं कर सकते क्या? ആ ചങ്ങായി ഇപ്പോൾ കറക്കി വിട്ടതാ കേട്ടോ. ടേൺ ക്ലോക്ക് വൈസ്. നിങ്ങൾ അക്കസോട്ട് വന്നിട്ട് അക്കസോട്ട് റുംപോച്ചി ഇതിൻ്റെ ഏതാകുമ്പോൾ റുംപോച്ചെ ദൈവത്തിനറിയാം. കുറേ ഉണ്ടല്ലോ റുംപോച്ചെ. ക്രിക്കറ്റ് കളിക്കുന്ന നോക്കി. സോ തിങ് ഈസ് ദാറ്റ് എനിക്ക് ഇന്നിവിടെ ഉർജൻ എന്ന് പറഞ്ഞ ചങ്ങായി, ഞാൻ ജസ്റ്റ് ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇവിടെ ഈ മൊണാസ്ട്രിയിൽ വന്നപ്പോൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ സ്ഥലം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടുമെന്ന് ഒരു ചങ്ങായി ചോദിച്ചു. ചങ്ങായി വിളിച്ചിട്ട് മൊണാസ്ട്രീൻ്റെ ഉള്ളിൽ ഇവരുടെ ക്ലാസ് നടക്കുന്ന സ്ഥലത്തിൽ എനിക്ക് ഇന്ന് രാത്രി ഇവിടെ കിടന്നോന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഇത് ചോദിച്ചപ്പോൾ സദ്യ വിളമ്പി തന്നു. ഇല ചോദിച്ചിട്ടുള്ളൂ, സദ്യ വിളമ്പി തന്നു. എന്താ പറയുക, ഭയങ്കര ടെൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ സ്റ്റേ സെറ്റായി. ഫുഡൊക്കെ 6:30 ഫുഡൊക്കെ ഉണ്ട്, വന്ന് കഴിച്ചോന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ട്രീറ്റായിരുന്നു. സോ ഇന്നത്തെ സ്റ്റേ സെറ്റ്, നത്തിങ് ടു വെറി. നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ ഞാൻ തവാങ്ങിലെ ബുംല എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എടുത്ത ഫോട്ടോ. നിങ്ങൾ ഈ ഫ്രെയിം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യണം. If you find anything interesting, please do subscribe. I can make it more interesting.